ഇസ്രായേൽ പ്രതിരോധ സേന റഫേൽ പ്രവേശിക്കാതെ വിജയം പൂർത്തിയാക്കുക അസാധ്യമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാർച്ച് 20 US പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞ വാക്കുകളാണിത്. നാളിതുവരെയായി ഇസ്രായേൽ ഹമാസ് സംഘർഷം അയവില്ലാതെ തുടരുമ്പോൾ, ഇരുപക്ഷവും വിട്ടുകൊടുക്കാതെ യുദ്ധം മുറുകുമ്പോൾ, റഫ എന്ന ഗസയുടെ തെക്കൻ നഗരമാണ് ഇപ്പോൾ പ്രധാന യുദ്ധസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഹമാസിനെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായും പ്രധാന പങ്ക് വഹിക്കുന്ന പ്രദേശമാണ് റാഫ എന്നത് നെതന്യാഹുവിന്റെ പരാമർശത്തിൽ നിന്നും വ്യക്തമാണ്. ഗസ മുനമ്പിലെ പലസ്തീൻ സംഘടനയായ ഹമാസിന്റെ അവസാന കോട്ടയാണ് റഫ. അതിനാൽ തന്നെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഈ പ്രദേശം തന്നെയാണ്. 4 ഹമാസ് യുദ്ധ ബറ്റാലിയനുകളുടെ ആസ്ഥാനമാണ് റഫ. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം ഇതിനകം 1 ദശലക്ഷത്തോളം ഗസ നിവാസികളെ റഫയിലേക്ക് അഭയം തേടാനായി നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ നഗരത്തിൽ വീണ്ടും ആക്രമണം ഉണ്ടായാൽ അത് മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്ന് ഇതിനിടയ്ക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്താണ് ഗസ മുനമ്പ്. 41 കിലോമീറ്റർ വീതിയുള്ള പലസ്തീനിയൻ പ്രദേശം വടക്കും കിഴക്കും ഇസ്രായേലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. തെക്ക് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്നുമുണ്ട്. ഈ ഗസ മുനമ്പിനെ ഈജിപ്തിൽ നിന്ന് വേർതിരിക്കുന്ന 12 കിലോമീറ്റർ അതിർത്തിയിലാണ് റഫ സ്ഥിതി ചെയ്യുന്നത്. ഗസയിൽ താമസിക്കുന്ന 2 ദശലക്ഷം ആളുകൾക്ക് 3 പ്രധാന പ്രവേശന പുറത്തു കടക്കൽ പോയിന്റുകളുണ്ട്. വടക്ക് ഐറിസ് ക്രോസിംഗ്, തെക്ക് റഫ ക്രോസിംഗ്, ഗസയുടെ തെക്ക് ഭാഗത്ത് കരേം അബു സലേം ഗുഡ്സ് ക്രോസിംഗ് എന്നിങ്ങനെയാണ് പോയിന്റുകൾ. ഐറിസ് ക്രോസിംഗ് നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഗസയുടെ വ്യോമാതിർത്തിയും പ്രാദേശിക ജലവും ഇസ്രായേൽ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ നേരിട്ട് നിയന്ത്രിക്കാത്ത ഒരേ ഒരു ക്രോസിംഗ് ആണ് റഫ. 3ാമത്തെ ക്രോസിംഗ് കരേം അബു സലേം പോയിന്റ് ഗസ, ഇസ്രായേൽ, ഈജിപ്ത് എന്നിവയുടെ ജംഗ്ഷനിലാണുള്ളത്. ഇത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും വാണിജ്യ ചരക്കുകളുടെ നീക്കത്തിന് മാത്രമുള്ളതാണ്. കരേം അബു സലേമിൽ ഇസ്രായേലിന് ഒരു സൈനിക താവളമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ തെക്കൻ ഗസയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇസ്രായേൽ നിരീക്ഷിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് റഫയ്ക്ക് ഇത്രയും പ്രാധാന്യമെന്നാണ് അടുത്ത ചോദ്യം. ഗസയിൽ നിന്നുള്ളവരുടെ പ്രാഥമിക എക്സിറ്റ് പോയിന്റാണ് റഫ ക്രോസിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ജയിൽ എന്ന് പലപ്പോഴും ലേബൽ ചെയ്യപ്പെടുന്ന ഗസയും ലോകവും തമ്മിലുള്ള ഒരു സുപ്രധാന കണ്ണിയായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 2007 ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം ഈജിപ്ഷ്യൻ നിയന്ത്രണത്തിലാണ് റഫ ക്രോസിംഗ്. ഈജിപ്തിൽ നിന്നുള്ള ഇന്ധനം, പാചകവാതകം, മരുന്ന്, മറ്റ് നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളിലേക്ക് ഗസക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രവേശനമാണ് ഈ സ്ഥലം. എന്നിരുന്നാലും വർഷത്തിൽ മിക്ക ദിവസങ്ങളിലും ഈ ക്രോസിംഗ് അടച്ചിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതുവഴി കടന്നു പോകണമെങ്കിൽ പലസ്തീനികൾ ആദ്യം 2-4 ആഴ്ച മുമ്പ് തന്നെ ഹമാസുമായി യോജിച്ചു നിൽക്കുന്ന പ്രാദേശിക അധികാരികളെ അറിയിക്കണം, അവിടെ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടും അപേക്ഷകളുടെ വലിയൊരു ഭാഗം പലസ്തീൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ നിരസിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പലസ്തീനികളും ഇസ്രായേലും ഒരുപോലെ ഉറ്റുനോക്കുന്ന സ്ഥലമാണ് റഫ.